ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. സോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്ത് വെക്കുന്നതാണ്. പോസ്റ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. സോ എന്തായാലും ഏകദേശം കാര്യമൊക്കെ പിടികിട്ടി കാണാം. ഞാനിപ്പോൾ കാല് വയ്യാണ്ട് വീണ്ടും ഇടത്തിരിക്കുകയാണ്. അപ്പം എന്താ കാല് ഇപ്പം പുതിയൊരു സംഭവം തന്നെ എനിക്ക് കാലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിട്ടിട്ടാണ്. എന്നിട്ട് എന്നോട് കുറച്ച് നടക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ റൂമിൽ വന്നിരിക്കുക. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ മുകളിലത്തെ നിലയില്ല. അപ്പം ഇത്രയും ദിവസവും ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മറ്റന്നാൾ എന്തായാലും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. അപ്പം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റൂമൊന്ന് വന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റെപ്പൊക്കെ കുറച്ച് കയറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കുറച്ച് കയറാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കയറി ഇനി വന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഇത്രയും ദിവസം ഞാനാണെങ്കിൽ താഴെയായിരുന്നു കിടന്നതും എല്ലാം താഴെയായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ റൂമിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഇത് വരുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എന്താ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആകെ മൊത്തം കച്ചറയായി കിടക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് നടക്കാം. വലിയതായിട്ട് നടക്കാൻ പറ്റത്തില്ല. എന്നോട് നടക്കാൻ എന്നാണ് പറഞ്ഞത്. ലൈക്ക് നടക്കാനെന്നല്ല, കുറച്ച് നടന്നു തുടങ്ങുക, കുറച്ച് മുട്ട് മടക്കെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കാല് മടങ്ങത്തുമില്ലല്ലോ. അപ്പം നടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് മുന്നത്തെ പോലെ എന്താ പറയുന്നത്, നമ്മൾ സ്പീഡ് നടക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാലിൻ്റെ ബലമില്ല ഇപ്പം. അപ്പോൾ പതുക്കെ നടന്ന് നമുക്ക് ഇവിടുത്തെ പതുക്കെ നമുക്ക് ഓരോരോ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ചെറുതായിട്ട് ഇവിടുത്തെ കാര്യമൊക്കെ ഒന്ന് ചെയ്യുക. ലൈക്ക് ഇവിടെ മൊത്തം ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ അത് വലിയതായിട്ടൊന്നുമല്ല. പക്ഷേ അമ്മ ഓൾറെഡി ക്ലീൻ ആക്കി ഇട്ടേക്കുമായിരുന്നു. പക്ഷെ നമ്മൾ എൻ്റെതായ രീതിയിലൊരു ചെറിയൊരു ഇത് മാത്രം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. സോ പിന്നെ എന്താണ്, പിന്നെ എൻ്റെ കുളിക്കാത്ത നനയ്ക്കാത്തയും കോലം കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൽ കുറച്ച് സെറ്റപ്പ് ഒക്കെ വിചാരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോൺ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിരിക്കുക. കാണാൻ അല്ലാതെ എനിക്ക് പറ്റത്തില്ല. എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്താ ജീവിതത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന പാവം കുട്ടിയുടെ ഒരു രോധനമായിട്ട് നിങ്ങളിത് കാണുന്നു. ഏകദേശം ഒരു മാസത്തോളം ആവാറായി ഞാനിങ്ങനെ വീടിന് 4 ചുവരുകൾ കണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. സോ എനിക്കതിനൊരു മടുപ്പും ഒരു കുറ്റബോധമല്ല. എന്നാലും ഞാൻ ആലോചിച്ചു വന്ന് ഡാൻസ് കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആലോചിക്കും ചില സമയത്ത്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാനുള്ള വഴി തന്നില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിലും ഇങ്ങനെ വരും. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ടും. ഞാൻ പിന്നെ അതിൽ എൻ്റെ അതാ എന്താ നമ്മൾ തലവരെ എന്നൊക്കെ പറയത്തില്ലേ, അതാന്ന് ചോദിച്ചാൽ ഞാൻ ആശ്വസിക്കുന്നു. അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ എനിക്ക് ഏകദേശം അല്ല, എനിക്ക് നല്ല പരിമിതികളുണ്ട് ഓരോരോ കാര്യം ചെയ്യുന്നതിന്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടും അറിഞ്ഞും നമ്മളങ്ങനെ പോകുന്നു. എന്തായാലും എനിക്ക് എന്താ പറയുന്നത്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള അഹങ്കാരം ഉള്ളതുകൊണ്ടും അത് അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് മുൻകൈയിട്ട് ഇറങ്ങി. ഗൈസ് എന്നോട് പറഞ്ഞാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂമിൽ കയറി വരരുത്, സ്റ്റെപ്പ് കയറരുതെന്നൊക്കെ. അവരുടെ പേടിയും വിഷമങ്ങൾ പറയും. പക്ഷെ ഞാനത് മാനിക്കുന്നില്ല. എനിക്ക് മടുത്തു. അതുകൊണ്ട് അതല്ല ഓർമ്മയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇച്ചിരി അനുസരണക്കുറവുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. യെസ്, പൂർവാധികം ശക്തിയോടെ ഞാൻ വന്നിരിക്കുന്നു. ആദ്യത്തെ പരിപാടി, നമ്മൾ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വീണ്ടും മൂക്കും തല്ലി വീണ്ടും എനിക്കിങ്ങനെ കളയാൻ ഒരു മാസം കൊണ്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ സേഫ്റ്റി നോക്കി നമ്മൾ പതുക്കെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണ്, എന്നിട്ട് ഈ ടേബിൾ അങ്ങെടുത്ത് മാറ്റുക. ഇച്ചിരി ടാസ്ക്കാണ്. നമുക്ക് പിന്നെ അമ്മയെ വിളിക്കാം, അത് വേറെ കാര്യം. പക്ഷെ നമുക്കിത് ഈ മണ്ടക്കിരിക്കുന്ന സാധനമൊക്കെ നമുക്ക് ഇപ്പം തന്നെ മാറ്റാവുന്നതാണ്. സോ നമുക്കത് ആദ്യം ചെയ്യാം. ഓക്കെ. സോ ഇതെല്ലാം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കെട്ടിപ്പറക്കിയതാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്താ നമുക്ക് യൂണിഫോം ആക്കിയല്ലോ. അപ്പം ഞാൻ കുറേ സാധനം കൊണ്ടുപോകുന്നു. വെറുതെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ സ്ഥലം കളയാം, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാൻ കൊണ്ടുപോകുന്നത് നമുക്ക് പിന്നെ അലമാരി കയറ്റാം. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെ ബാക്കിയെല്ലാം ഒതുങ്ങി തന്നെ ഇരിക്കുന്നത്. അപ്പം ജസ്റ്റ് എൻ്റെ ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ കിടക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ത്വര മനസ്സിലിങ്ങനെ. അപ്പം നമുക്കത് ചെയ്യാം. നമ്മൾ ആദ്യം ഈ സാധനം ഇത് ഓൾറെഡി വേസ്റ്റ് ആണ്. പിന്നെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല ഗൈസ്. അതെൻ്റെ പഴയ ഫോണിൻ്റെ കുറെ കച്ചറ. ഇതെന്താ എല്ലാ കച്ചറ. പിന്നെ
എന്ത് എന്ത് ഈ കാണിക്കുന്നു? ഇതെല്ലാം കച്ചറ. ഞാൻ ഓൾറെഡി ഇതൊക്കെ ഇവിടെ വന്നപ്പോ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ ഇവിടുത്തെ കച്ചറയല്ല വാരി ഞാൻ കളയാൻ വേണ്ടി കവർ വെച്ചിട്ട് അമ്മയോട് പറയാൻ കളയണം, കളയപ്പോ ഗൈസ്. ഇവിടെ വീണ്ടും സൂക്ഷിച്ച് നിധി പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി കൊണ്ട് കളയണം ഗൈസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കച്ചറയാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നു. നമുക്ക് ഈ തുണി കൊണ്ട് അലമാരി വെക്കാം, അതേ നടക്കത്തുള്ളൂ ഇനി. ഓക്കെ, ഇവിടെ കുറച്ചേ ഉള്ളു, അത് നമുക്ക് അലമാരി വെക്കാം. ജസ്റ്റ് ഓൾറെഡി ഞാൻ മടക്കി തന്നെ എല്ലാം കൊണ്ടുവന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കയറ്റി കൊണ്ടൊന്ന് വെച്ചാൽ മതി. പിന്നെ നമ്മൾ യൂസ് ആക്കാത്ത ജീൻസ് ഒക്കെ കൊണ്ടുവന്നു, അതൊക്കെ നമുക്കിന്ന് ഇവിടെ തട്ടിയിട്ട് പോകാന്ന് വിചാരിച്ച്. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇതിപ്പം കുർത്തിയുടെ ഒരു സെറ്റ് ഞാനിങ്ങനെ കൊണ്ടുവന്നേ. അപ്പൊ നമുക്ക് കുർത്തീസ് എല്ലാം ഒരുമിച്ച് വെക്കാം. അപ്പത്തെ നമുക്ക് ഇത് കയറ്റാം. ഇത് ഓൾറെഡി ഇങ്ങനെയാണ് ഇരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഞാൻ ഇനി മാറ്റും. എനിക്ക് ആവുമ്പോ ഞാൻ പറയും, ഞാൻ ഇനി അടുത്ത തവണ വരുമ്പോ നിങ്ങൾ നോക്കിക്കൂ ഗായ്സ്. അടുത്ത തവണ വരുമ്പോ നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇതെല്ലാം മാറ്റി സെറ്റപ്പ് ആക്കും. നമുക്കിങ്ങനെ പതുക്കെ ഇത് നടക്കത്തില്ല, എനിക്കിങ്ങനെ പറ്റത്തില്ല. നമുക്ക് കസേര എടുത്തില്ല. നമ്മളിവിടെ ഒരു കസേര ഇട്ട് ഇരുന്നു. അപ്പൊ നമുക്കിനി ഇത് ഇവിടെ എവിടെയൊക്കെ തല്ലി കയറ്റി വെക്കാം. വേറെ പണിയൊന്നുമില്ല, അത്രേ ഉള്ളൂ പണി. സോ ഒരു എങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ എന്താ പറയാ, ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടത്തില്ല. അപ്പൊ എനിക്കിങ്ങനെ എന്താ പറയാ, എനിക്കിങ്ങനെ കുറച്ച് നേരം എൻ്റെ റൂമിൽ വന്നിങ്ങനെ മനത്തോട് നോക്കി കിടക്കാന്, പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊതുവെ എനിക്ക് പണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ വഴക്ക് പറയായിരുന്നു, നീ ഹരിയുടെ റൂം കണ്ടുപിടിക്കുക, അവളുടെ റൂം എപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്ന വൃത്തി, ഞാൻ മാത്രം ഇങ്ങനെ ചുമ്മാ വലിച്ചു വാരിയിട്. എനിക്ക് പണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ കട്ടിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിങ്ങനെ സൈഡിൽ എനിക്ക് ബുക്കും തുണിയൊക്കെ വേണം, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്നുറങ്ങും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് മിനിമലായിട്ട് എനിക്ക് വേണം ഇങ്ങനെ കാണാനൊക്കെ. അപ്പം ഞാൻ ക്ലീനൊക്കെ ചെയ്യാൻ അങ്ങനെ തുടങ്ങി. അപ്പം എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം അങ്ങനെ എനിക്കിപ്പം എന്താ പറയുക, ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ലെറ്റ്സ് ഡു. ആക്ച്വലി ഞാൻ അവിടെ നിന്ന് മടക്കിയ വിഷയമുണ്ട്. കാരണം എനിക്ക് അന്ന് തീരെ വയ്യായിരുന്നല്ലോ. ഇപ്പം എനിക്കിപ്പം രാവിലെയും രാത്രിയിലും ഒക്കെ എന്ന് പറഞ്ഞാലും പെയിൻ കില്ലേഴ്സ് ഉണ്ട്. അപ്പം എനിക്കിപ്പം വേദന അറിയുന്നില്ല. ഇനിയിപ്പം മരുന്ന് നിന്ന് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ വേദന എനിക്കില്ല. അങ്ങനെ വേദന ഇല്ല എന്നല്ല, വേദനയ്ക്ക് കുറച്ച് കുറവുണ്ട്. പിന്നെ പക്ഷെ എനിക്ക് സ്വെല്ലിങ് ഇപ്പോഴും ഉണ്ട്, നീരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ 5 മാസത്തിന് ശേഷം ഇപ്പം വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 മാസത്തിന് ശേഷം ഇപ്പം ഞാൻ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ വീട്ടിൽ വന്നിങ്ങനെ ചുമ്മാതെ ഒരു ബെഡിൽ തന്നെ 24 മണിക്കൂറും കിടക്കും. ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകാൻ മാത്രം എണീക്കുക എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര എനിക്ക് സഹിക്കാനതിൻ്റെ അപ്പുറം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ലൈക്ക് ഇപ്പം എന്താ പറയുന്നത്, ഫുഡൊക്കെ ആണെങ്കിലും ബെഡിൽ കൊണ്ടു തരുമായിരുന്നു. പിന്നെ ഇപ്പം ഈ ഓണത്തിൻ്റെ അന്നായിരുന്നു ഞാനൊന്ന് ഡൈനിങ് ടേബിളിൽ പോയിരുന്നത്. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഞാൻ എന്താ പറയുക ഡൈനിങ് ടേബിൾ വരെ നടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പതുക്കെ എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് നടക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് ഈ കാലം വെച്ച് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പോലും ഞാൻ മറന്നുപോയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. നടക്കുന്നൊക്കെ മറന്നു പോകുമെന്ന് ചോദിച്ചാൽ അത് എനിക്കും ഒരു ഇതായിരുന്നു. കാരണം ഞാൻ ഓരോരുത്തർ അനുഭവിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതാണ് ഗൈസ്. സോ നമ്മളിതിനെയും മടക്കണം, മടക്കി നമുക്ക് വയ്ക്കാം. ഓക്കെ, സോ നമ്മുടെ റൂം ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഏകദേശം കുറെ പണികളൊക്കെ സെറ്റ് ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോണിന്റെ ചാർജിൽ ഡെഡ് ആയിപ്പോയി ഗൈസ്. സോ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഉള്ള സമയത്ത് ഞാൻ പിന്നെ ഫോൺ ചാർജ് ഇട്ടിട്ട് ഞാൻ പിന്നെ പോയി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ
ഇവിടുന്ന് ടേബിൾ പറഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്തു ഗൈസ്. അത് മടക്കാൻ പറ്റുന്നതാണ്. അപ്പം മടക്കി നമ്മൾ മടക്കി ഒരു സൈഡിലാക്കി. നമുക്ക് ഈ ഒരു ഭാഗത്തെ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിവിടെ കുറച്ച് എന്താ പറയുക, കുറേ പെയിന്റ് ഉണ്ട്. പെയിന്റ്, കളർ പെൻസിൽ, ക്രയോൺസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണാൻ ഇത് ഫുള്ള് പെയിന്റ് ആണ്. നോക്കുക, കണ്ടോ? ഈ ഒരു കൊട്ട കണ്ടോ? ഈ ഒരു കൊട്ട നിറച്ച് പെയിന്റ് ആണ്. ഓക്കെ, സോ ഇതെനിക്ക് എന്തായാലും വേറെ അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. കാണാൻ ഇത്രയും വലിയ ട്യൂബ്സ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഈ കൊട്ടയും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഗേൾസ്. യെസ്, പക്ഷെ ഇത് മൊത്തം പോയി, ലൈക്ക് എന്താ പറയാ, അത് മൊത്തം ചീത്തയായി പോയി. അപ്പോൾ അതിന്റെ കുറെ പൊടിയൊക്കെ ടേബിൾ മേലെ കിടപ്പുണ്ട്. അപ്പം അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം അല്ലാതെ നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി നമ്മൾക്ക് ഇതിനകത്ത് വെക്കാം. സോ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. സോ ഞാൻ നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. കായുന്ന റൂമിൻ്റെ യെസ്. സോ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനായിട്ട് ഇനി പോയി കിടക്കണം. കാരണം ഇന്ന് പതിവിലും അധികമായിട്ട് കുറച്ച് നേരം നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പോയി കിടക്കണം. അതാണ്. സോ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ കവാടം. ഓക്കെ, ഇത് ഞാൻ എനിക്കൊന്ന് 6ാം ക്ലാസ്സിലെന്തോ വരച്ച് വെച്ചത്. അത് അതേപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഈ തൂങ്ങിക്കിടക്കുന്ന വള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഉള്ളിലോട്ട് കയറ്റി വെക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അത് മണ്ടയ്ക്കുന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കയറി ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാ നോക്കുക ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്കിനിയും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യണമെന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. സോ ഞാൻ കുറേ പറയുന്നത്, എനിക്ക് സൂപ്പർസ്റ്റിഷൻസിലൊന്നും ഒത്തിരി വിശ്വാസമില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ കുറേ എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്താലോ ഒന്നും നടക്കത്തില്ലെന്ന് പറയത്തില്ല. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. കാരണം ഞാനാണിങ്ങനെ വരുന്നതിന് മുന്നേ വിചാരിച്ചാൽ നമുക്ക് ഒത്തിരി വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി വിചാരിച്ചായിരുന്നു. പക്ഷേ അവസ്ഥ ഇതായി പോയി. അപ്പോൾ എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിപ്പോൾ പോകുന്നതിന് ഏതാനും 2 ദിവസം മുന്നെയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നതിന് ഏതാനും 2 ദിവസം മുന്നെയാണ് എനിക്കിപ്പോൾ ഇത് എടുക്കാൻ പറ്റുന്നത് തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.